ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത്. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിനെ റെപ്രസെൻ്റ് ഉള്ള മെമ്പേഴ്സാണ്. ഞാനിപ്പോൾ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ്. ഞാൻ ശോഭി ജോഷി, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. എൻ്റെ പേര് അപ്പു, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മാച്ചസൊക്കെ നമ്മൾ തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ വിചാരിച്ചൊരു സീസൺ അല്ലായിരുന്നു. നമ്മൾ ഫാൻസിന് ഒരു സന്തോഷിക്കാൻ പറ്റിയൊരു സീസൺ അല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൺസേൺസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ്ലി ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഫാൻസിന്, അതായത് കുറച്ച് എല്ലാ മാച്ചും വരാത്തവരുണ്ടായിരിക്കാം, മാച്ചസ് മാക്സിമം വരുന്നവരുണ്ടായിരിക്കാം, എല്ലാ മാച്ചും ടി വിയിൽ കാണുന്നവരുണ്ടായിരിക്കാം. പല പല ഫാൻസ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു 20% 10% ആൾക്കാർക്കും അവർ പറയുന്നത് ശരിക്കും ഫാൻ ക്ലബ്സ് പെയ്ഡാണ്. ഇപ്പം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് 3 ഫാൻ ക്ലബ്സാണുള്ളത്. ഈ 3 ഫാൻ ക്ലബ്സും പെയ്ഡാണ്. മാനേജ്മെൻറ്റിൻ്റെ കാശ് കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ മാച്ചസ് വരുന്നത്, ടിക്കറ്റ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് അതായത് എല്ലാവരും എന്ന് പറയുന്നില്ലെങ്കിലും ഒരു 10 to 15% ആൾക്കാരും ഫേക്കിൽ കൂടെ ആണെങ്കിലും അല്ല റിയൽ അക്കൗണ്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയാലും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് സൈബർ ബുള്ളിങ് വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, ഞങ്ങൾ ശരിക്കും ഒരു ഫാൻ ക്ലബ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് കുറേ എഫേർട്സ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ ശരിക്കും ഇങ്ങനൊരു വീഡിയോ ഞാൻ ഫസ്റ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നിർബന്ധിതമായിട്ടാണ് ഇടുന്നത്. കാര്യം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ. കാര്യം നിങ്ങൾക്കറിയാം, ഒരു ഫാൻ ക്ലബ് ആണെങ്കിലും ഒരു ഫാൻ ആണെങ്കിൽ പോലും അവർക്ക് കുറേ ലിമിറ്റേഷൻസും കുറേ കാര്യങ്ങളും ഉണ്ട്. ഒരാളാണ് കളി കാണാൻ വരുന്നതെങ്കിൽ അവർക്ക് ടിക്കറ്റ് എടുത്ത് കളി കണ്ടാൽ മതി. ബട്ട് ഒരു ഫാൻ ക്ലബ് ആണെങ്കിൽ എന്തൊക്കെ അതിനകത്ത് നമുക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിന് ഇപ്പോൾ സീസൺ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് കിട്ടിയ ടൈം വളരെ കുറവാണ്. ആ ഒരു 2 week 3 week ടൈമിലാണ് ഞങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്കുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമുക്കുള്ള റവന്യൂ നമുക്ക് മാനേജ്മെൻറ്റ് തരും. ബട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഒരു റവന്യൂ ജനറേഷനും ഇല്ല. പ്യുവർലി ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഒരു പകുതിയും മുക്കാലും ഫണ്ട് ഇതിനകത്ത് റേസ് ചെയ്യുന്നത്. സെക്കൻഡ്ലി നമ്മൾ സ്റ്റേഡിയം ആക്ടിവിറ്റീസ്. ഞങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഈ വീഡിയോ മാനേജ്മെൻറ്റ് പറഞ്ഞല്ലേ എടുക്കുന്നതെന്ന്. ശരിക്കും മാനേജ്മെൻറ്റ് പറഞ്ഞാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും നിലവിൽ നേരത്തെ കയറാം, മാച്ചുകളുടെ അന്ന് നേരത്തെ കയറാം. ഞങ്ങൾക്ക് ടിക്കറ്റ് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും കാർഡില്ല. നമ്മൾ പറയുന്ന ഒരു നിശ്ചിത വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് മാത്രമേ ഈ കാർഡ് ലീഗും പ്ലസ് KBFC മാനേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് മാച്ചിയുടെ ദിവസം കയറിയിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സീസണും ഈ സീസണും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ലാസ്റ്റ് സീസൺ ഫസ്റ്റ് കുറച്ച് മാച്ചുകൾ ഫാൻസിന് ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കം തൊട്ട് നെഗറ്റീവ്സ് ആണ്. ഇപ്പം ISLന്റെ ബേസിൽ തന്നെ ആയാലും സീസൺ ഉണ്ടാകുമെന്ന് പോലും അറിയാത്തൊരു സമയത്താണ് സീസൺ പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്നു. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ POC പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. ഫാൻ ക്ലബ്സിനായാലും ക്ലബിനായാലും നമ്മൾ തന്നെ 2 ആഴ്ച സമയം കൊണ്ടാണ് നമ്മുടെ ബാനേഴ്സും അതേപോലെ നിങ്ങൾ കാണാറുള്ള നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ ടിഫോ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കുറേ എഫേർട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഫാൻ ക്ലബ്സ് പെയ്ഡാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ പറയുന്നത് മറ്റ് ഫുട്ബോൾ ക്ലബ്സിന്റെ ഒക്കെ ഫാൻ ക്ലബ്സ് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ പ്യൂർലി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 ഫാൻ ക്ലബ്സ് ഉള്ളവരിലും 3 ഫാൻ ക്ലബ്സിനും മാനേജ്മെന്റ് യാതൊരുവിധ റവന്യൂ, അതായത് റവന്യൂ ജനറേഷന് ഡയറക്ട്ലി അവരുടെ ഇന്ന് ക്യാഷ് ബേസിൽ ഒന്നും കിട്ടുന്നില്ല. അവരുടെ ഫാൻസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം തന്നെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന പ്ലേ സ്റ്റിഫ് ആയാലും ബാനേഴ്സ് ഒക്കെ ആയാലും ഞങ്ങളുടെ ചെറിയ ചെറിയ സ്പോൺസർഷിപ്പുകൾ അല്ലാതെ എല്ലാം മെമ്പേഴ്സിന്റെ തന്നെ ഒരു റവന്യൂ ജനറേഷനിലൂടെയാണ് നമ്മൾ ഇതിനെല്ലാം ഉള്ള ഫണ്ടിങ് കണ്ടെത്തുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ലത് പറയുന്നവരുണ്ട്, അവരെ മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ടീം കുറച്ച് മോശം പെർഫോമൻസ് ആണെങ്കിൽ അവർ ടീമിനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവല് പറയുന്നത് ഫാൻ ക്ലബ്സിനെയാണ്. കുറെ ആക്ടിവേഷനുകളിൽ നമ്മുടെ ഫാൻസിനെ കൂട്ടിയോജിപ്പിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സ് ആർമി വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലോ ഒന്നും പൊട്ടിമുളച്ച ഒരു ഫാൻ ക്ലബ് അല്ല ബ്ലാസ്റ്റേഴ്സ് ആർമി. തുടക്കം തൊട്ട് ഫസ്റ്റ് സീസൺ തൊട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി
കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആരാധകരുടെ ഒരു സംഘടനയാണ് ബ്ലാസ്റ്റേഴ്സ് ആർമി. ചിലപ്പം നിങ്ങൾ ഇന്നോ ഇന്നലെയോ ആയിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ആർമി അറിയാൻ തുടങ്ങിയിട്ട്. പക്ഷേ പലരും, അതായത് ഞാനിപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാരണം, പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി പല കണ്ടന്റ്സ് എടുക്കുന്ന പലരും ബ്ലാസ്റ്റേഴ്സ് ആർമി കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ചെയ്തു, അവർ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. അത് തുടർന്നും പോകും. പിന്നെ നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ക്ലബ്ബ്, ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഫാൻ ക്ലബ്സ് എല്ലാം. നമ്മൾ ഫാൻസും ഈ ഒരു ക്ലബിന്റെ ഫാൻസ് ആണെന്ന് പറയാൻ പറ്റുക. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഒരു മാസങ്ങൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, ISL ഒരു അൺസേർട്ടൺ സിറ്റുവേഷനിൽ നിന്നപ്പോൾ സീസൺ ഇല്ലാത്തൊരവസ്ഥ. അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയും തുടർന്ന് നല്ല സീസൺ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ആഗ്രഹം നമുക്കുണ്ട്. അപ്പം അതിനുവേണ്ടി മാക്സിമം നമ്മൾ നമ്മുടെ ടീമിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഫുൾ എഫോർട്ട് ഇട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ഒരു ഫാൻ ക്ലബ്ബ് പെയ്ഡ് ആണ്, അല്ലെങ്കിൽ മറ്റ് ഫാൻ ക്ലബ്സ് ആയാലും ആരായാലും, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്യൂർലി അവരുടെ മെമ്പേഴ്സ് തന്നെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അല്ലാണ്ട് യാതൊരുവിധ റവന്യൂ ജനറേഷനും മാനേജ്മെന്റ് നമുക്ക് തരുന്നില്ല. നിങ്ങൾ ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ, അതായത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ടീമിനോടുള്ള ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം നമ്മളെ ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ഫാൻസും നിങ്ങളെ പോലെയുള്ളൊരു സ്ഥിതിയിൽ ഉള്ളവരാണ്. ഞങ്ങൾക്കും അതിൻ്റെതായ വികാരമുണ്ട്. ടീം അത് ജയിക്കാത്തപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതൊന്നും പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളേലും കുറച്ചും കൂടെ അറിയാവുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പം എന്താ പറയാ, ഇപ്പം കുറച്ചൊരു 3-4 മാച്ചസ് തോറ്റു നമ്മൾ. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു സീസണിൽ 3-4 മാച്ച് തോറ്റു. അത് കഴിഞ്ഞ് നമുക്ക് ഈ സീസണിലുള്ളത് 9 to 12 മാച്ചസ് ഉണ്ടെന്നോ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള മാച്ചസ് എല്ലാം ജയിക്കുവാണ് എന്നുള്ളൊരു സ്ഥിതി വരുവാണെങ്കിൽ നമ്മുടെ, അതായത് ഇച്ചിരിയും കൂടെ ലോയൽ ആയിട്ടുള്ള ഫാൻസ് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ടീമിനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് തോൽവിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ യഥാർത്ഥ ഫാൻസ് എന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾ എല്ലാ സ്ഥിതിയും നോക്കണമല്ലോ. പല യൂട്യൂബേഴ്സും ലൈക്കിന് വേണ്ടിയിട്ടാണോ കമന്റ്സിന് വേണ്ടിയിട്ടാണോ അവരുടെ വീഡിയോസ് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി മാത്രമല്ല, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കി 2 ഫാൻ ക്ലബിനെയും ബേസ് ചെയ്ത് കുറെ വീഡിയോസ് ഇടാറുണ്ട്. അതിനകത്ത് കഴിഞ്ഞ സീസൺ ആണെങ്കിലും ഈ സീസൺ ആണെങ്കിലും കുറെ കണ്ടുവരുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിനെ കുറിച്ചുള്ള കുറെ റോങ് വീഡിയോസ്. അതിൽ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ഇപ്പം പൊട്ടിമുളച്ച ഫാൻ ക്ലബ്ബാണെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഈ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ഫോട്ടോസിനത് നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ശരിക്കും ഫസ്റ്റ് സീസൺ തന്നെ പകുതിയോടെ തന്നെ വന്നൊരു ഫാൻ ക്ലബ്ബാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയസിലാണെങ്കിലും കുറവുകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാൻ ക്ലബിനെ ശരിക്കും ആൾക്കാർ അറിയാതെ പോയത്. അതായത് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ആ സമയത്തുകൾ എടുത്ത കുറേ ഫോട്ടോസും കാര്യങ്ങളും ഞങ്ങൾ പ്ലേ ചെയ്ത് ഈ ഫോട്ടോ ആയിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ശരിക്കും ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആൾക്കാർ അറിഞ്ഞു വന്നത് കുറച്ച് ഏതാനും സീസണുകളെ ആയിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു സിക്സ്ത് സീസൺ തൊട്ടാണോ ഞങ്ങൾ ഏകദേശം ആൾക്കാർ ബെസ്റ്റ് ഗാലറി ഇങ്ങനെ ഒരു ഫാൻ ക്ലബ് ഉണ്ട് എന്ന് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വന്നത്. അതിനു മുമ്പേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ടാണോ അതോ ഞങ്ങളെ തന്നെ ഒരു അറ്റാക്കിങ് ചെയ്യാമെന്നുള്ള മൂഡിലാണോ ഇവർ ചെയ്യുന്നത് അറിയില്ല. എന്നിട്ട് പല യൂട്യൂബേഴ്സും പറയാറുണ്ട്, ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ഒന്നും ചെയ്യാൻ പോണില്ല. ശരിക്കും നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാര്യം ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യാതെയും എല്ലാം ഞങ്ങൾക്കാണ് നിങ്ങളെക്കാട്ടി കൂടുതൽ അറിയാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളാണ് വിലയിരുത്തുന്നത് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത് ചെയ്യരുത്. ശരിക്കും ഒരു ഫാൻ ക്ലബ്ബ് എന്ന് വെച്ചാൽ ഒരു ഫാൻ അല്ല, ഒരു ഫാൻ ക്ലബ്ബ് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്. ശരിക്കും എന്താ പറയുക, നമുക്ക് ഈ ഓരോ കാര്യങ്ങൾക്കും റവന്യൂസ് വേണം, ടൈം വേണം, അങ്ങനെ പല പാറ്റേഴ്സ് ഉണ്ട്. ഒരു വ്യക്തി ഒരാളുടെ ടൈം, അതായത് നിങ്ങൾ വരുന്ന മാച്ച് കാണുന്ന സമയം മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും അതിന് മുമ്പേയും കുറേ സമയങ്ങളുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാര്യം ഞങ്ങൾ വളരെ ഇമോഷണലി ആണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് നിർബന്ധമായിട്ട് ഇടാൻ ഞങ്ങൾ എന്താ പറയുക, നിർബന്ധിതമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരാണ് ഞങ്ങൾ ഇത് ഒരു പറയിപ്പിക്കാനായിട്ട് മുതിരുന്നത് പല റീസൺസ് കൊണ്ടാണ്.
പിന്നെ നിങ്ങൾ പറയുന്നു നമുക്ക് മാനേജ്മെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് വേണം. നമുക്ക് എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റിന്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ബട്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ സീസണിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായി, നമുക്ക് പ്രൊട്ടസ്റ്റ് ഇതായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറേ സൈനിങ്സ് വന്നു. ബട്ട് അൺസർട്ടണിറ്റി കൊണ്ട് നമുക്ക് ആ സൈനിങ്സ് ഒക്കെ ഈ സീസണുകളിൽ ലോണിൽ വിടുകയും അല്ലാതെ ടെർമിനേഷൻ ചെയ്ത് വിടേണ്ട അവസ്ഥയാണ് നമുക്ക് ഉണ്ടായത്. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അൺസർട്ടണിറ്റിയാണ് അത് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും? നിങ്ങൾ പറ. നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യണോ? മാച്ചസ് ബോയ്ക്കോട്ട് ചെയ്യണോ? ഈ ബോയ്ക്കോട്ട് മാച്ചസ് ചെയ്തിട്ട് നമ്മൾ 2-3 മാച്ച് അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരെ തിരിച്ച് പറയത്തില്ലേ? പിന്നെ കളി കാണാൻ വരേണ്ടവർ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ കളി കാണാൻ തന്നെ വരും. അത് കഴിഞ്ഞ മാച്ചിലൊക്കെ അതിൻ്റെ തെളിവാണ്. പല പല ഗാലറീസിലും ഫാൻ ക്ലബ്സ് ടിക്കറ്റ് കൊടുത്തിട്ടല്ല ആളുകൾ കളി കാണാൻ വന്നിട്ടുള്ളത്. അവരുടെ ഒരു പാഷൻ, അവരുടെ ടീമിനുള്ള ഇഷ്ടം കൊണ്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്ത് നിങ്ങൾ പറയുന്ന പോലെ ബാനേഴ്സ് വെച്ച് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാര്യം അത് നിങ്ങൾ കഴിഞ്ഞ സീസണിലും കണ്ട കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്തും നമുക്ക് ആ സീസണിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നെക്സ്റ്റ് സീസണിലോട്ട് വന്നപ്പോഴാണ് സൈനിങ്സ് വന്നത്. ബട്ട് ആ ഒരു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പെട്ടെന്ന് നടത്തിക്കൊണ്ട് പോകുന്നൊരു ലീഗ് ഇത് വന്നപ്പോൾ നമുക്ക് നിലവിലുള്ള പ്ലേയേഴ്സിനെ വിട്ടിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ എമൗണ്ട് കുറച്ചുള്ള പ്ലേയേഴ്സിനെ നമ്മൾ എടുക്കേണ്ട സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പല പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്താലും നമുക്ക് അകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്താലും നാളെ കുറച്ച് കളികൾ ജയിച്ച് വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ നമുക്കെതിരെ തിരിയും. അത് ഞങ്ങൾക്ക് വളരെയധികം ബോധ്യമാണ്. നമ്മൾ പ്രൊട്ടസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റേഡിയത്തിൻ്റെ ഇൻസൈഡ് നമുക്ക് ഒരിക്കലും ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം നമ്മുടെ പ്ലേയേഴ്സ്, നമ്മുടെ 11 പേരടങ്ങുന്ന പ്ലേയേഴ്സ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം പ്ലേയേഴ്സാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് സപ്പോർട്ടും അവർക്ക് എനർജിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഒരിക്കലും അവർ പ്ലേയിങ് ടൈമിൽ ഒരിക്കലും നമുക്ക് ഇവിടെ ചാനലിലൂടെയോ ഇല്ലെങ്കിൽ ബാനേഴ്സിലൂടെയോ ഒരിക്കലും നമുക്ക് മാനേജ്മെൻറ്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് അവർക്കെതിരെ കാണിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷവും എടുത്ത ഒരു തീരുമാനം വന്നെയാണ് ഈ സീസണിലും. മീൻസ് നമുക്ക് ഒരിക്കലും സ്റ്റേഡിയത്തിന് ഇൻസൈഡ് അറ്റ് മാച്ച് ടൈം നമുക്ക് ഒരു കാരണവശാലും ഞങ്ങൾ പ്രൊട്ടസ്റ്റിന്റെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. അതേപോലെ മാനേജ്മെന്റിനെതിരെ ഞങ്ങൾ എന്തായാലും പോരാടുന്നുണ്ട്. കാര്യം മാനേജ്മെന്റിന്റെ എതിരെ ഞങ്ങൾ മീറ്റിംഗ്സ് വെക്കുന്നുണ്ട്. അതായത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ, ഞങ്ങൾക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാനേജ്മെന്റിനെ നമ്മുടെ ഫാൻസിന്റെ കൺസേൺസ് അറിയിക്കുന്നുണ്ട്. നിലവിലും മീറ്റിംഗ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ശരിയാണ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ബട്ട് ഞങ്ങളുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ ശരിക്കും ഒരിക്കലും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾ റേസ് ചെയ്യേണ്ട കൺസേൺസ് റേസ് ചെയ്യുന്ന തന്നെ ഉണ്ട്. അത് പലതും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ ലിമിറ്റേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ ഫാൻ ക്ലബ് മെമ്പേഴ്സിനോടും അതേപോലെ നോർമൽ ഫാൻസിനോടും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയേണ്ടെന്ന് ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷെ അതിൽ ആ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആസ് എ നോർമൽ ഫാൻ നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കി കേൾക്കുക. ലൈക്ക് വീഡിയോ ഫുള്ളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ലൈക്ക് നമ്മളെന്താ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കുള്ള ഐഡിയോളജി, എന്തെങ്കിലും ഇൻഡിവിജ്വൽ ഐഡിയോളജീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ ആസ് എ കോമൺ ഫാൻ നമുക്ക് എന്താണോ വേണ്ടത്, ഒരു ഫാൻസ് ക്ലബിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ വേണോ അത് നമ്മളായിട്ട് ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ കീഴിൽ നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെതിരായിട്ട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഐഡിയോളജീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ ഞങ്ങൾ എൻഡ് ചെയ്യുവാണ്. അപ്പം ആസ് എ നോർമൽ ഫാൻ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ട് നല്ല രീതിയിലൊന്ന് വിലയിരുത്തുക. ആൻഡ് നിങ്ങൾ ഞങ്ങളൊരു ആസ് എ ഫാൻ ക്ലബ് മെമ്പർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അന്നേരം നമ്മുടെ കൺസേൺസ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകത്തുള്ളൂ. അപ്പം എല്ലാവർക്കും താങ്ക് യു.